യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വളരെ പരിചിതമായ വാക്യമാണ്. ഒന്നുകൂടെ വായിക്കാം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പൊൻവിളക്കുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ പൊൻവിളക്കുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ പൊൻവിളക്കുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ വെള്ളോട്ടുല കണ്ണിൽ കാച്ചി പഠിപ്പിച്ച് വെള്ളക്കുതിര പുറത്തെറിയുന്ന പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ പുരുഷനെ പുരുഷനെ കണ്ടേ. മൂന്നുപ്പത്തിൽ സ്നാനം മൂന്നരയിൻ വേല മൂന്നുപത്തിൽ സ്നാനം മൂന്നരയിൻ വേല മൂന്നുപത്തിൽ സ്നാനം മൂന്നരയിൻ വേല മൂന്നുപത്തിൽ സ്നാനം മൂന്നരയിൻ വേല ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ. മൂന്നുപത്തിൽ സ്നാനം മൂന്നരയിൻ വേല മൂന്നുപത്തിൽ സ്നാനം മൂന്നരയിൻ വേല ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ. മൂന്നുപത്തിൽ സ്നാനം മൂന്നരയിൻ വേല ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ. പാതിൽ പലതരം എലകൾ ചെയ്തു താൻ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. ആദിമനൂജനം ആദാമിൽ കൂടല്ലോ 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 പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതോ ആദിമനൂജനം ആദാമിൽ കൂടല്ലോ ആദിമനൂജനം ആദാമിൽ കൂടല്ലോ ആദിമനൂജനം
പാപപരിഹാരത്തിനായി സ്വർഗമഹിമകൾ ഇറങ്ങി വന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സുവിശേഷ യോഗത്തിൻ്റെ പ്രാരംഭ രാത്രി ആയതുകൊണ്ട് പല കാര്യങ്ങൾ ഇനി ഓർഡറിൽ വരേണ്ടതുണ്ട്. വരുന്ന ദിവസങ്ങൾ ആ കാര്യങ്ങൾ ഒന്നുകൂടെ ക്രമീകരിക്കുവാൻ താല്പര്യപ്പെടുന്നു. എന്തായാലും ഇത്രത്തോളം ദൈവം സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിലും നിങ്ങളെ ക്ഷണിക്കുന്നു. ഇവിടെ വന്ന യഹോവയുടെ വചനം കേൾപ്പി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, വാഹനങ്ങളിൽ വരുന്നവർ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഗേറ്റിന് മുൻപിൽ പാർക്ക് ചെയ്യരുത്. നല്ല സ്ഥലമാണ്, ഇവിടെ അങ്ങ് ചെയ്തേക്കാം. അതായത് കുറിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് മറ്റ് പ്രയാസമൊന്നും ഉണ്ടാകരുത്, വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ച് പ്രശ്നക്കാരിവിടെ വന്നെന്ന് പറയിപ്പിക്കരുത്. സ്തോത്രം. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. സഹോദരന്മാരും ആ കാര്യം എല്ലാം സൂക്ഷ്മമായിട്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. സമയത്തെ ഭയപ്പെടുന്നു. വരുന്ന ദിവസങ്ങളിലൊക്കെ ദൈവവചന ശുശ്രൂഷയ്ക്ക് ഏറെ സമയങ്ങൾ എടുക്കുന്നതാണ്. ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതിനാധാരമായിട്ട് വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഒന്നുകൂടെ വായിച്ചു. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാവാനും സമൃദ്ധിയായിട്ടുണ്ടാവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ഒരല്പസമയം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു ചെറിയ വിഷയം ഞാൻ പലപ്പോഴും ചിന്തിച്ച് ധ്യാനിക്കുന്ന ഭാഗമാണ്. ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. അതാ ഇന്ന് രാത്രിയിലെ വിഷയം. ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം, എന്തോ ചെയ്യണമെന്നുള്ളത്. അങ്ങനല്ലേ ആ ഒടുവില് ജീവിച്ചിരിക്കാൻ ജീവൻ ഉണ്ടാകാൻ. അപ്പോൾ ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. നമ്മുടെ 1-2 സഹോദരങ്ങള് ഹിന്ദിപ്പാട്ട് പാടണം. അതാരോ പറഞ്ഞ് നാളെയും മറ്റന്ന നമുക്ക് 5 ദിവസം യോഗമല്ലയോ, ഹിന്ദിയും തമിഴും എല്ലാം അങ്ങ് പാടിക്കും. അപ്പം ഇന്ന് ഇത് ആദ്യ ദിവസം ആയതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അല്പസമയത്തെ ചിന്താ വിഷയം ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണമെന്ന്. ആർക്കും മരിക്കാൻ താല്പര്യമില്ല. 99 ചെന്ന് വലിവ് പിടിച്ച് അപ്പച്ചനും പറയും പുഷ്പഗിരി പോയാ മതി. 99 എന്നാ ഇനി അങ്ങോട്ട് പോകാന്നല്ല. അപ്പനും കുറച്ച് നാളൂടെ അത് കുറ്റമല്ല, മനുഷ്യ പ്രകൃതി അതാ. സ്തോത്രം. എല്ലാവർക്കും ജീവിച്ചിരിക്കണം. ഞാൻ മിക്കപ്പോഴും പറയുന്ന കാര്യമാണ്, എങ്കിലും ഒന്നുകൂടെ പറയാം. കല്ലേ വെച്ച് അരയ്ക്കത്തില്ല, തേങ്ങാതിരുമുകയല്ല, വീട്ടിലൊരു ജോലിയും ചെയ്യല. കൊച്ചുവെളുപ്പങ്കാലത്ത് മാപ്പിളും പെമ്മളും കൂടെ ഇങ്ങനെ പോകുന്ന കാണാം. ജീവിച്ചിരിക്കാൻ വേണ്ടിയാ. എല്ലാവർക്കും ജീവിച്ചിരിക്കണം. അതിന് ടോണിക്ക് കഴിക്കുന്നവരുണ്ട്. ഭക്ഷണക്രമം ചില മെഴുക്ക് വരട്ട്. അതിന് ശരിക്കും ചോദിച്ചാൽ എനിക്ക് കുറച്ച് ആളുടെ ജീവിച്ചിരിക്കണം. എന്നാൽ ഒരു ജിലേബി അയ്യോ തൊട്ടിട്ട് എത്ര നാളായി. അതിന് കുറച്ച് ആളുടെ ഒക്കെ ഞങ്ങളെ ഉപദേശിമാര് ഇവര് പാട്ടുകാരും ഒക്കെ പലയിടങ്ങളിലൊക്കെ പോകുമ്പം ദൈവമക്കൾ ബഹുമാനിച്ച് ഭക്ഷണമൊക്കെ തരും. അപ്പം ചിലർ പറഞ്ഞ് ഞാനും കണ്ടുണ്ട്, ഒന്നും വേണ്ട, കുറച്ച് ആളുടെ ഒക്കെ ജീവിച്ചിരിക്കണമെന്ന് താല്പര്യമുണ്ട്.
എല്ലാവർക്കും ജീവിച്ചിരിക്കണം. മരിക്കാൻ ആർക്കും താല്പര്യമില്ല. ഇന്ന് രാത്രി ആരോടെങ്കിലും പറയുക ജോർജുട്ടി മിക്കാറും ഇന്ന് രാത്രി ചാകുമെന്ന് പറഞ്ഞാൽ അന്നേരം ജോർജ് നെഞ്ചത്തടിച്ച് പറയാം, എൻ്റെ കർത്താവ് ഹിസ്കിയാവ് പ്രാർത്ഥിച്ച പോലെ ഞാൻ ചെയ്തതെല്ലാം ഓർക്കണമേ, എൻ്റെ ആയുസ് നീട്ടിത്തരണമേ. ആർക്കും മരിക്കാൻ താല്പര്യമില്ല. എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റുകാരാന്ന് വന്ന് പാടുമ്പം ഒരു പാട്ടുണ്ട്, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ചിലരുടെ ആ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് നേരം വെളുപ്പിക്കുകയല്ല പാസ്റ്ററെ. ആർക്കും ഒരു ദോഷം വരരുത്. സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്ന ഹല്ലേലൂയ. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് യുഗലോകത്തിൽ ഇറങ്ങി വന്ന നസറായനാകുന്ന യേശുക്രിസ്തു. ആമേൻ ജീസസ്. സ്തോത്രം. ഇന്ന് ഇവരൊക്കെ ഉള്ളത് നമ്മുടെ യോഗങ്ങൾ കൂടുതലും പാട്ടിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു കാരണം സ്വർഗത്തിൽ ചെന്നാലും പ്രസംഗമില്ല, പാട്ടാ. ഈ പാട്ടാണോന്നൊന്നും എനിക്കറിയത്തില്ല, അവിടെ പാട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, ഓ മനുഷ്യ ജന്മ എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. മനുഷ്യ ജന്മ എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ. എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. ശ്രദ്ധിക്കുക, പൗലോസ് വളരെ തിട്ടമായിട്ട് പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. ആരാകുന്ന സുവിശേഷം. ഈ സുവിശേഷത്തെ തകർക്കാൻ എൻ്റെ ഭാഷയാ കച്ച കെട്ടി മെച്ചപ്പെട്ട പല ആൾക്കാരും വന്ന് കച്ച കഴിഞ്ഞതല്ലാതെ സുവിശേഷത്തിനൊരു കോട്ടവും വന്നിട്ടില്ല, വരത്തുമില്ല. അതിന് ഒരു കാരണം, ഇത് ചത്തടിഞ്ഞ മാർഗമല്ല, ഉയർത്ത മാർഗമാണ്. ഹല്ലേലൂയ. സ്തോത്രം, ആമേൻ. സ്തോത്രം. അതുകൊണ്ട് അത് ഇന്ന് വന്നിട്ട് ബെന്നിക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുക. സുവിശേഷം വന്നതാണല്ലോ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വന്നത്. പണ്ട് കാലത്ത്, പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 100 വർഷമൊക്കെ പുറകോട്ട് നോക്കിയാൽ, ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ് ഇത്. ആദ്യമായിട്ട് ഇവിടെ ഈ യോഗം നടക്കുന്നത് കൊണ്ടൊന്നുകൂടെ ആവർത്തിക്കുക. ഒടുവിലത്തെ ദിവസങ്ങളിൽ വേറെ സബ്ജക്റ്റ് പറയണമെന്നാണ് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നത്. നമ്മുടെ സഭയുടെ വാർഷിക കൺവെൻഷനും കൂടെ ആണല്ലോ. സുവിശേഷം എത്തിയത് മട്ടുമാറിയത് ഇല്ലേ? അതെ. എൻ്റെ വല്യപ്പൻ്റെ അപ്പനും നിങ്ങൾ ചിലരുടെ വല്യപ്പൻ്റെ അപ്പനും ഇതുപോലെ വെള്ളത്തുണി എടുത്തോണ്ടൊന്നും റോഡിൽ കൊണ്ട് നടക്കാനൊക്കെ അല്ല, നടത്തുകയല്ലായിരുന്നു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഫിലിപ്പ് രാജകുമാരൻ അനിയനാന്ന് പറഞ്ഞ ഞാൻ എൻ്റെ കാര്യം അങ്ങ് പറയുക. അല്ല, ഇരിപ്പ് കണ്ടിട്ട് ഫിലിപ്പിൻ്റെ അനിയൻ വന്ന് യോഗത്തിന് എന്നെ ആ ഏരിയ, കൊട്ടാരത്തിൻ്റെ ഏരിയയിൽ കയറ്റുകയല്ലായിരുന്നു. പിന്നെ വെള്ളത്തുണി ഉടുക്കാനൊക്കത്തില്ല. അതൊക്കെ ചില ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും, കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, ഇനിയും പറയാം, അവസരം കിട്ടുമ്പോഴെല്ലാം ഇത് പറയുന്നുണ്ടല്ലോ. റോഡിൽ കൂടെ പട്ടിക്ക് നടക്കാം, മനുഷ്യന് നടക്കാൻ മേല. അതിന് മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ലായിരുന്നു, പിന്നല്ലേ ഒരു ബെഞ്ചായിരിക്കുന്നേ, കയറ്റുകയല്ല. അങ്ങനെ പള്ളിക്കൂടത്തിൽ ഇരുത്തിയതിന് പള്ളിക്കൂടത്തിന് തീയും വെച്ചു. അടിമക്കച്ചവടം, അടിമക്കമ്പോളം. ഈ മല്ലപ്പള്ളിക്ക് അടുത്ത് ഒരു സ്ഥലം ഉണ്ടായിരുന്നു, വെട്ടുകണ്ടം.
നിങ്ങൾക്ക് ചിലക്കറിയാം വെട്ടുകണ്ട വന്ന അതിനെ വെട്ടുകണ്ട അവിടെ കൊണ്ടെല്ലാം വെട്ടിക്കൊല്ലുക എല്ലാത്തിനും. വെട്ടുകണ്ടം. ഞാൻ വരുന്ന ദിവസവും കൂടെ ഉള്ളത് കൊണ്ട് സംസാരിക്കുന്നതുകൊണ്ട് അധികം ഇന്ന് പറയുന്നില്ല. എല്ലാം കൊണ്ട് ഇന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളും വെട്ടുകണ്ടം. മാടോട് ചേർത്ത് മനുഷ്യനെ വെച്ച് ആ കണ്ട ഉഴുതുകൊണ്ടിരുന്നത്. ഇപ്പറേ മാട് അപ്പറേ മനുഷ്യൻ. നോക്കം വെച്ച് അമിക്കയറും അമിക്കുറ്റി ഇട്ട് ഇപ്പറേ മനുഷ്യൻ കന്ന് പോകുന്നത് പോലെ മനുഷ്യനും കയറിപ്പൊക്കോണം ഉഴുത്. അല്ലെ പുറന്നിടുക അടിക്കാനൊക്കെ ഒരാളിനെ നിർത്തിയിട്ടുണ്ട്. എന്നാലും ആ ഒരു സായിപ്പ് നടത്തി വന്നപ്പോൾ ആ വണ്ടിയെ പോയപ്പോൾ കണ്ടത്തിൽ കിടന്ന് കന്നും മനുഷ്യനും കൂടെ കടന്ന് ഉഴുന്നു. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, ഇനി കയറി വരാൻ പറഞ്ഞത്. സായിപ്പന്മാർ വന്ന ഈ പള്ളി അവർ വന്നതുകൊണ്ടാണ്. സായിപ്പന്മാരെല്ലാവരും ഗുണമുള്ളതല്ല, ഗുണം പിടിക്കാത്ത സായിപ്പുണ്ട്. മിഷണറിമാരായ സായിപ്പന്മാർ, സുവിശേഷവുമായി വന്ന സായിപ്പന്മാരാ. കണ്ടത്തിൽ നിന്ന് കയറ്റി ബംഗ്ലാവിൽ കൊണ്ടുപോയി അക്ഷരമെല്ലാം പറഞ്ഞു കൊടുത്ത് തേച്ച് കുളിപ്പിച്ച് ആർമിക്കാർ പറമ്പില് സൂപ്പ് ഒക്കെ കൊടുത്ത് മിടുക്കരാക്കി വൃത്തിയാക്കി അക്ഷരമെല്ലാം പഠിപ്പിച്ചു. അക്ഷരം പഠിപ്പിച്ചപ്പം പുള്ളി പേരുമൊക്കെ മാറ്റി. ചാത്തനെന്നായിരുന്നത് പിന്നെ വെട്ടിയേച്ച് ചാക്കോ എന്നാക്കി. സി ഇപ്പോഴും കിടപ്പുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിന്റെ സി വന്നത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. സുവിശേഷം മനുഷ്യനെ മനുഷ്യനാക്കിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. എന്റെ ഭാഷയാ വീറും വൃത്തിയായിട്ട് നടക്കാൻ പഠിപ്പിച്ചത്. അതുകൊണ്ടല്ലേ വെള്ളത്തുണി ഇഷ്ടം പോലെ ജോടി വലിയപ്പന്മാർ തിട്ടുകൊണ്ട് നടക്കാൻ അനുവദിക്കുക. അതിന്റെ അരിശം കൂടെ കയറിയാ ഞാനിത് 3-4 മീറ്റർ ഉണ്ട്. അല്ല, ഇതെല്ലാം കളയാൻ കുറെ അവന്മാരിറങ്ങിയിട്ടുണ്ട്. സ്തോത്രം. കേപ്പറാൻ പറഞ്ഞത് ഞാനൊക്കെ എല്ലാവരും വെള്ള വരണം. വെളുത്ത തുണി ഉടുക്കാൻ അവസരം കിട്ടിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. പഴയ അമ്മമാർക്ക് മാറുമറയ്ക്കാൻ ഒക്കത്തില്ല. തന്നേലെ കരം കൊടുക്കണം. കരം വീടിനല്ല, ശരീരത്തിന്റെ അവയവങ്ങൾക്ക് കരം കൊടുക്കണം. ഒരമ്മ ഒരവയവം അങ്ങ് മുറിച്ചു കൊടുത്തെന്ന ഇനിയിപ്പോ കരം വേണ്ടല്ലോ. ആ അവയവത്തിന്റെ പേരിലായി ഇപ്പോൾ ആ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പൊ ഇതിനെല്ലാം മാറ്റം വന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അന്തസ്സായിട്ട് ജീവിക്കാൻ ഇടയാക്കുന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സുവിശേഷത്തെ സ്നേഹിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം. എനിക്ക് പാടാൻ വലിയ ട്യൂണൊന്നുമില്ല. ഈ ദേശമാകുന്ന CSIക്കാരുടെ കോട്ടയാ. അപ്പം നമ്മൾ ഈ മൈക്ക് വെച്ച് പാടുമ്പോൾ അവർ പറയാം, അയ്യോ അത് അങ്ങനെയൊന്നും അല്ല പാടുന്നെന്ന് അവർ പറയും. എന്നാലും നിങ്ങളോടും കൂടെ ഒരു ക്ഷമ ചോദിച്ചുകൊണ്ടങ്ങ് പാടുക. ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. യോഗ്യമേ ഇതു നമുക്കതിഭാഗ്യമേ, രക്ഷിതാവിന്റെ വാക്യമേ, സ്വർലോകരോടൈക്യമേ, സുരാജന്റെ സുവിശേഷം കൊടി ഘോഷത്തോടുയർത്തിയിടണം, വേഗം ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. സുവിശേഷം വന്നതാ ഇതിനെല്ലാം മാറ്റം വന്നത്. മാടോട് ചേർത്ത് മനുഷ്യനെ വെച്ചുകൊടുത്തു, പള്ളിക്കുടത്ത് കയറ്റുകയല്ല.
വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കുകയല്ല. അതെ, അധികം വിവരിക്കുന്നില്ല. ഈ അവസ്ഥ കണ്ടോണ്ടാ ഞാൻ എപ്പോഴും പറയും, ആശാൻ ദുരവസ്ഥ എന്ന് പറയുന്നൊരു പുസ്തകം തന്നെ അങ്ങ് എഴുതി. ഈ അവസ്ഥ അതിലെഴുതിയിട്ടുണ്ട്, മറ്റുള്ളവർക്കായി ഉഴാനും നടാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റും ഈ കൂട്ടർ, ഇരുകാലി മാടുകൾ മറ്റ് കൃഷിപ്പണി ചെയ്യുവാനും. അപ്പൊ ആ കാലയളവിൽ അധസ്ഥിതരാകുന്ന അധകൃതരാകുന്ന ആർക്കും വേണ്ടാത്ത മുദ്ര കുത്തി ഇട്ടവരെയെല്ലാം ഈ സുവിശേഷം വന്നതുകൊണ്ടാണ് വ്യത്യാസം വരുത്തിയത്. സ്തോത്രം. അതിന് കൂടുതൽ അധ്വാനിച്ചത് മിഷണറിമാരാ. CMS മിഷണറിമാരും സാൽവേഷൻ ആർമിയിലെ മിഷണറിമാര് അവരൊക്കെ ഇവിടെ വന്ന് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മനുഷ്യനെ മനുഷ്യനാക്കാൻ നന്നായിട്ട് പാടുപെട്ടു. അതൊന്നും മറക്കരുത്. സുവിശേഷമായതിനെല്ലാം കാരണം. ആട്ടെ, ഇന്ന് രാത്രി അങ്ങനെ പോയാൽ ആ രീതിയിൽ അങ്ങ് പോകും. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം എന്താണ്? സുവിശേഷം യേശു ക്രിസ്തു. ആ സുവിശേഷത്തിന്റെ വിശേഷതയാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തു, യോഹന്നാന്റെ എഴുത്തിന്റെ വിശേഷത, യേശു ക്രിസ്തു ദൈവമാണ്. ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. സ്തോത്രം. ഒരേ ഒരു ദൈവം, അത് ഏക ദൈവം. ആരാ? ഈ കാണുന്ന സകലത്തെ സൃഷ്ടിച്ച ദൈവം. ഈ അണ്ടകടാകത്തെ ബ്രഹ്മാണ്ട കോടിടാണ്ടത്തെ 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ പ്രേക്ഷകർ എണ്ണീട്ടുള്ള നക്ഷത്രം ആകമാനം സൂക്ഷ്മമായി 60 കോടി എന്നറിയണം. ഭൂവിലും മടങ്ങടും ഭാഗവൻ ബൃഹസ്പതി 8 ചന്ദ്രന്മാരുണ്ട്. 10 ലക്ഷാധികം അർക്കനും നേതിഷ്ടമാം 5 ലക്ഷം കോടികൾ മൈൽ ദൂരവേ ചരിക്കുന്ന. എന്തായാലും കൊള്ളാം. ഈ കാണുന്ന അണ്ടകടാകത്തെ, ഈ ബ്രഹ്മാണ്ട കോടിടാണ്ടത്തെ, ഈ കാണുന്ന സകല ചരാചരങ്ങള് സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. അത് മറ്റാരുമല്ല, സകലത്തിന്റെ ഉടയവനാകുന്ന, സകലത്തെ സൃഷ്ടിച്ച നസറയനാകുന്ന യേശു ക്രിസ്തു. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ, കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികൾക്ക്, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികൾക്ക്, ഏക സത്യ ദൈവമേയുള്ളൂ. സ്പർശിപ്പാൻ അസാധ്യനായി, ദർശിപ്പാൻ അപ്രത്യക്ഷനായി, സ്പർശിപ്പാൻ അസാധ്യനായി, ദർശിപ്പാൻ അപ്രത്യക്ഷനായി, സർവരൂപികൾക്കാരൂപി, ഉർവിയിൽ തുല്യനില്ലാത്തോൻ, സർവരൂപികൾക്കാരൂപി, ഉർവിയിൽ തുല്യനില്ലാത്തോൻ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഏക സത്യ ദൈവമായ യേശു ക്രിസ്തു. ആ സത്യദൈവത്തെയാണ് യോഹന്നാൻ അങ്ങോട്ട് തെളിയിച്ചിരിക്കുന്നത്. ഇനി ഓടിച്ചോടിച്ച് പോകാം. ഓരോ അധ്യായത്തിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. യേശു ക്രിസ്തുവാണ് ദൈവം.
അത്ഭുതങ്ങളുടെ ദൈവം. ഞാൻ എപ്പോഴും പറയും, കർത്താവിൻ്റെ പഴക്കം 50 വർഷമോ 100 വർഷമോ 200 വർഷം പഴക്കമുള്ള ദൈവമല്ല. അങ്ങനെയുള്ള ദൈവങ്ങൾ കാണാം, മനുഷ്യരെയല്ല. നിങ്ങളുടെ ദൈവം 250 കൊല്ലമായി അല്ല. അടുത്ത കാലത്താണ് പുള്ളി ദൈവമായത്. അതുവരെ വീടി വലിച്ചതിലെല്ലാം അടക്കുകയായിരുന്നു. ഇപ്പം പുകയെല്ലാം നിർത്തി പുള്ളിക്ക് അങ്ങ് പോയിക്കുക, ദൈവം കളിച്ചിരിക്കുക. എല്ലാം ഉള്ള മനുഷ്യനെ എല്ലാം പിടിച്ച് ദൈവമാക്കുക. പെണ്ണുങ്ങൾ വരാ ദൈവം കളിക്കുന്നത്. ഈ പെണ്ണുങ്ങൾ ദൈവം കളിച്ചാലാ കാശ് കൂടുതൽ. ആട്ടെ, നിങ്ങൾ ദൈവം കളിച്ചാൽ ഒക്കത്തില്ല. കാരണം ഒരു നല്ലൊരു സ്തോത്രം പോലും പറയുന്നില്ല. അതിന് വെറുതെ ദൈവം കളിക്കാതിരിക്കുന്നത്. പണ്ട് ദൈവം തങ്ക. അതെ, നമ്മുടെ ദൈവം അനാദിയായും ശാശ്വതമായ ഒരു ദൈവമാണ്. വായിച്ചേ 90-ാം സങ്കീർത്തനം 1-ാം വാക്യം. പഴക്കം, ദൈവത്തിന്റെ പഴക്കം. അവിടെ ചില പ്രയോഗങ്ങൾ കൊടുത്ത് അറിവുള്ള വാക്യമാ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. വായിച്ചോ 90-ന്റെ 1. നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. നീട്ടി വായിച്ചാ പോരാ, കാര്യം പറഞ്ഞു കൊടുക്കണം. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ഈ കാണുന്ന സകല ചരാചരങ്ങളെ, പർവ്വതങ്ങളെ നിർമ്മിച്ചതിന് മുമ്പ്, ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപ്. ഒറ്റ വാക്കി പറയാം, ഭൂമി ഉണ്ടായിക്കഴിഞ്ഞുണ്ടായ ദൈവമല്ല, ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പുള്ള ദൈവമാണ്. അല്ല, ഭൂമിയല്ല ഉണ്ടായിക്കഴിഞ്ഞപ്പം ഈ കാണുന്ന ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ്. ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പ്, പർവ്വതങ്ങൾ ഉണ്ടായതിനും മുമ്പ് എന്ന് പറഞ്ഞാൽ പർവ്വതം, മല, കുന്ന്, എന്തുവാ വേറെ ഒരു പര്യായം, ഗിരി അല്ലേ? നമ്മുടെ പഴയ ബിബി ഗിരി അല്ല. അപ്പൊ ഈ കാണുന്ന പർവ്വതങ്ങൾ ഉണ്ടായതിനും, എന്റെ ഭാഷയെ പറയുക, കുന്ന് അല്ലെങ്കിൽ മല ഉണ്ടായതിന് ശേഷമല്ല ദൈവം ഉണ്ടായത്, മല ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ദൈവം. കുരിശുമല ഉണ്ടായതിന് ശേഷമല്ല ദൈവം ഉണ്ടായത്, കുരിശുമല ഉണ്ടാകുന്നതിനും മുമ്പ്. വെള്ളിയാഴ്ച ഏതാണ്ട് പറഞ്ഞില്ല നമ്മുടെ പാട്ടുകാരൻ, തല്ല് കിട്ടു വന്നാന്നോ? കിട്ടാൻ എല്ലാവരുടെ വീതിച്ച് മേടിക്കണം, അത്ര തന്നെ. സ്തോത്രം. എനിക്ക് 5 കിട്ടുകാരനെ 3 എണ്ണം അങ്ങ് തരും. അത് 2 എണ്ണം ഞാൻ ഒന്ന് ശുപാർശം കൊടുക്കും. തന്നെ മേടിക്കുമെന്ന് ഓർക്കണ്ട. അപ്പോൾ ഭൂമിയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ്, ഈ കാണുന്ന ചരാചരങ്ങൾ അണ്ടകടാഹം നിർമ്മിക്കുന്നതിന് മുമ്പ് ഉള്ളവനാ ദൈവം. ഈ ആയുസ്സിൽ എനിക്കും നിങ്ങൾക്ക് ലഭിച്ച ഭാഗ്യം, അനാദിയായി ശാശ്വതമായുള്ള സത്യദൈവത്തെ ഭജിക്കുവാൻ, ആരാധിപ്പാൻ, സ്നേഹിപ്പാൻ, സേവിപ്പാൻ ഇടയായതായ ഏറ്റവും വലിയ ഭാഗ്യം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മധുരയുടെ മധുരഗായകൻ എം.ഇ. ചെറിയാച്ചൻ എഴുതിയ പാട്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പാട്ടാ. ഒരു വരി പാടാം. സ്തോത്രം. ആദിയുഗങ്ങൾ ആയതിൻ മുൻപേ, ആദിയുഗങ്ങൾ ആയതിൻ മുൻപേ, ആയതിൻ മുൻപേ ആദിപരാഭാവികളെ ഓർത്ത നിന്നൻപേ, ആദിപരാഭാവികളെ ഓർത്ത നിന്നൻപേ, ആശ്രയമാതാനനിക്കുൾ ആശയും കൂപ്പേ, ദിവ്യകാരുണ്യകാമ്പേ, ദിവ്യകാരുണ്യകാമ്പേ, ആശ്രയമാതാനനിക്കുൾ ആശയും കൂപ്പേ,
മഹത്വം കൊടുക്ക. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപ് നീ അനാദിയായും ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാകുന്നു. ദൈവമാണ്. അപ്പോൾ ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു നിത്യനായ ദൈവം. ഗ്ലോറി. ഇതെല്ലാം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞേച്ച് യേശു വന്നതല്ല, അവിടുന്ന് നേരത്തെ ഉള്ള ദൈവം. സ്തോത്രം ആട്ടെ. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം അതാണ് യോഹന്നാൻ തെളിയിക്കുന്നത്. യേശു ക്രിസ്തു ദൈവമാണ്. ഓരോ അധ്യായത്തിലും ക്രിസ്തു ദൈവമാണെന്ന് അങ്ങോട്ട് തെളിയിച്ചു. അത്ഭുതങ്ങളുടെ ദൈവം. എപ്പോഴും പറയുന്ന ഭാഗമാ 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അവിടുന്ന് ദൈവമാണ്. 2-ാം അധ്യായത്തിൽ ആമേൻ അത്ഭുതം ചെയ്ത് അടയാളം ചെയ്ത് മഹത്വം വെളിപ്പെടുത്തിയ ദൈവം. 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന നിത്യ ദൈവം. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുവാൻ കഴിവുള്ള ആമേൻ സത്യദൈവം. 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായി ഇറങ്ങി വന്ന സ്വർഗത്തിലെ ദൈവം. 7-ാം അധ്യായത്തിൽ ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദി ഒഴുകും, പുറപ്പെടും. ആ ജീവജലത്തിന്റെ നദി ഒഴുക്കി കൊടുക്കുന്ന ദൈവം. 8-ാം അധ്യായത്തിൽ ഇരുൾ മൂടിയ ലോകത്തിൽ മനുഷ്യൻ വെട്ടം തേടി വെളിച്ചം തേടി അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല ഓടുമ്പോൾ യേശുക്രിസ്തു യാതൊരു സംശയത്തിന് ഹേതു ഉണ്ടാകാത്ത വിധത്തിൽ പറഞ്ഞു, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. നിങ്ങൾ വെട്ടവും കത്തിച്ച് അതിലേ അല്ല നടക്കണ്ട, ഞാൻ ആ വെട്ടം നിങ്ങളുടെ കയ്യിരിക്കുന്ന വെട്ടം കെടുത്തി വെച്ച് ഇങ്ങോട്ട് വന്നാൽ മതി, നിനക്കും വെട്ടം ഉണ്ടാകും. ലോകത്തിന്റെ വെളിച്ചം, സാക്ഷാൽ വെളിച്ചം യേശു ക്രിസ്തു. 9-ാം അധ്യായത്തിൽ അവൻ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കുന്ന ദൈവം. മാരക രോഗമോ പഴയ രോഗമോ തീരാവ്യാധമോ പാരമ്പര്യമോ ഏത് വിഷയമാണെന്ന് യേശു പരിഹരിക്കും. ചെല്ലി പറയാറുണ്ട്, അതെ അവർക്ക് പാരമ്പര്യമായിട്ടുള്ളതാ, ആയിക്കോട്ടെ, യേശു വിടുവിക്കും. അയ്യോ ആ വീട്ടിൽ വട്ടനുള്ളതാ, അയാളുടെ അപ്പനും വട്ടായിരുന്നു, വല്യപ്പനും വട്ട. അതുകൊണ്ട് ഇന്ന് രാത്രി ആ വട്ടം വെച്ച് നീ അടക്കുകയല്ല, സകല വട്ടനെ യേശു സൗഖ്യമാക്കും. സ്തോത്രം. നീ വിച്ചും ഭ്രാന്തം പറഞ്ഞ് അതിലേ നടക്കാതെ യേശുവിൻ്റെ അടുക്കവാ. പൈങ്കുളത്ത് കൊണ്ടുപോയി കുറേ ദിവസമായിട്ട് പിന്നെ അവിടുന്ന് അല്ല നമ്മുടെ തിരുവനന്തപുരത്ത് അടുത്താണ് അതാ അവിടെ കൊണ്ടിട്ട് തിരുവല്ലയിലുണ്ട് നാക്കട കുറിച്ചിയിൽ അത് പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ കുറിച്ചിയിലും അതിലേക്കകത്തും എല്ലാം പോകാതെ നീ യേശുവിൻ്റെ അടുക്കവാ. നിനക്കും നിന്റെ കുടുംബത്തിന് രക്ഷയാ. സഭ മാറാനല്ല ഞാനീ പറഞ്ഞത്, യേശുവിനടുക്ക വരാനാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടും, ട്യൂണൊന്നുമില്ല, നിങ്ങളെന്നെ കളിയാക്കും. എന്നാലും എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. യേശുവോടു ചെന്ന് ചൊല്ലിടായ എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. ഇന്ന് രാത്രി സകല
പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കഴിവുള്ള ഒരുവനുണ്ട്, നസറയനാകുന്ന യേശു ക്രിസ്തു. സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ നസറയനാകുന്ന യേശു ക്രിസ്തു. Praise the Lord Jesus. സ്തോത്രം. സഭ മാറിയോണ്ട് കാര്യമായോ? ഈ കെട്ടിടത്തിരുന്ന ചൊറിയെണ്ണം പറിച്ച് കുടഞ്ഞേച്ച് അപ്പുറത്തെ കെട്ടിടത്തിൽ കൊണ്ട് വെച്ചു. അവിടെ ഇരുന്ന് അപ്പോൾ അവിടെ വേറെ ചൊറിയെണ്ണം ഇഷ്ടം പോലെ കിടക്കുക. അവിടെ നിന്ന് 2 എണ്ണം തിങ്ങിയപ്പം പറിച്ച് ചൊറിയെണ്ണം മാറ്റുന്നതല്ലാതെ ചൊറിച്ചിൽ മാറുന്നു. സ്തോത്രം. ബിൽഡിങ് മാറുന്നതല്ല വിഷയം, ഹൃദയത്തിന് രൂപാന്തരം വേണം. വലിയ ബിൽഡിങ്ങിൽ നിന്ന് ചെറിയ ചായ്പിനകത്ത് വന്ന് കയറി യാതൊരു ഗുണവുമില്ല. അവിടെ അന്ന് വന്നില്ല, കാറ്റുമെങ്കിലും കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ അന്നേ പോഞ്ഞിട്ട് സ്തോത്രം. ബിൽഡിങ് മാറിയത് കൊണ്ടോ പുരയിടം മാറിയത് കൊണ്ടൊന്നും രക്ഷപ്പെടുകയില്ല. ഹൃദയത്തിന് മാറ്റം വരണം. യേശു ഉള്ളത്തിലേക്ക് വരണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. അതെ, വിഷയത്തിലേക്ക് വരാം. 9-ാം അധ്യായത്തിൽ പുറവിയിലെ കുരുടനെ യേശു സൗഖ്യമാക്കി. സകല രോഗത്തിനും അവിടുന്ന് മതിയായവൻ. 10-ാം അധ്യായത്തിലെ വിഷയം നല്ല ഇടയനാണ്. ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്ന ശ്രേഷ്ഠ ഇടയൻ. അവിടുന്ന് ഇടയ ശ്രേഷ്ഠനാണ്, ജീവനെ കൊടുക്കുന്ന ഇടയൻ. ആടുകളെ നടക്കാൻ മേലാത്തതിനെ തോളിലേറ്റുന്ന ഇടയൻ. തള്ളയാടുകളെ പതുക്കെ നടത്തുന്ന ഇടയൻ. ആടുകൾക്ക് അതാത് സമയത്ത് വെള്ളവും അതിൻ്റെ ആഹാരവും എത്തിച്ചു തരുന്ന നല്ല ഇടയൻ. കാട്ടു ചെന്നായ്ക്കൾ, വന്യമൃഗങ്ങൾ ആമെ കടിച്ചു കീറുവാൻ വരുമ്പോൾ അതിൻ്റെ പിടിയിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന ഇടയൻ. സ്തോത്രം. നിനക്ക് ജീവൻ തരുന്ന ഇടയൻ. തെറ്റി ആമൻ ഒഴിഞ്ഞു നടന്ന എന്നെയും നിങ്ങളെയും നല്ല മാർഗത്തിൽ കൊണ്ടുവന്ന നല്ല ഇടയൻ. അവിടുന്ന് മാത്രമാണ് നല്ല ഇടയൻ. ഇവിടെയുള്ള സകല ഇടയന്മാരും ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പടി സകല ഇടയനുമുണ്ട്. സ്തോത്രം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരു കുഴപ്പവും ഇല്ല, അല്ല, അങ്ങനെ ഇരിക്കുന്ന നല്ലത്. ഒരു കുഴപ്പവും ഇല്ലാത്ത ഒറ്റ ഇടയൻ യേശു ക്രിസ്തു മാത്രമാണ്. അവിടുന്ന് ശ്രേഷ്ഠ ഇടയനാണ്. സ്തോത്രം. പിന്നെയും പാട്ട് വരുന്നു. കാട്ടൂടയോടിയോ രാടീനെ നേടുവാൻ തേടി വന്നതിനാ കാട്ടൂടയോടിയോ രാടീനെ നേടുവാൻ തേടി വന്നതിനാ പാപക്കാട്ടിൽ നിന്നോടി മാ ശ്രേഷ്ഠ ഇടയനെ പവിതാ വരുന്നേ. പാപക്കാട്ടിൽ നിന്നോടി മാ ശ്രേഷ്ഠ ഇടയനെ പവിതാ വരുന്നേ. ശ്രീദേവാറ്റിൻ കുട്ടിയെ തിരുപാദം എൻ്റെ ശരണം. ശ്രീദേവാറ്റിൻ കുട്ടിയെ തിരുപാദം എൻ്റെ ശരണം. ഈ പാട്ട് ആദ്യം ഞാൻ കേൾക്കുന്നത് പണ്ട് അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന് അവിടെ ആറുണ്ട്. ആറിനക്കരെ ഒരു അമ്പലമുണ്ട്, പള്ളിയറക്കാവ്. അപ്പം ഞായറാഴ്ച രാവിലെ പള്ളിയറക്കാവിൽ ചെന്ന്, അത് 4-5 അമ്പലം അടുത്തടുത്താണ്. അവിടെ എല്ലാം കയറി ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പ്രസാദമൊക്കെ ആയി രാമേന്ദ്രൻ്റെ കടത്തും കയറി ഇക്കരെ ഇറങ്ങി ആറ്റുതൊട്ടേക്കോട്ടെ നടന്നു വരുമ്പോൾ ആ CSI പള്ളി. എനിക്ക് ഈ പാട്ട്
ട്യൂണും സ്വരവും ഒന്നും നല്ലതല്ലെങ്കിലും ഇത് ഇഷ്ടമാണ്. അന്നൊക്കെ കോളാമ്പിയ, അപ്പം അവിടെ കോളാമ്പി വെച്ചിട്ടുണ്ട്. അപ്പം ഈ പാട്ട് പാടുന്നു. എൻ്റെ കയ്യിൽ അമ്പലത്തിലെ പ്രസാദമൊക്കെ ഉണ്ട്, കളപക്കുറിയുണ്ട്, 1 അല്ല 3 4 എണ്ണം ഉണ്ട്, ഇല്ലേ ഹൈവേ പോലെ. അപ്പം ഇത് കൈ വെച്ചുകൊണ്ട് പാട്ട് ഇഷ്ടമായതുകൊണ്ട് ഞാനിത് ശ്രദ്ധിച്ചു. അന്ന് പഠിച്ച പാട്ടാണ്. ലിറിക്സ് എല്ലാം അറിയത്തില്ലെങ്കിലും ട്യൂണും അതിൻ്റെ പ്രയോഗമൊക്കെ എന്നാലും അല്ല അവരുടെ അത്ര നോക്കുകയല്ല. കാട്ടൂടെയോടിയോരടിനെ നേടുവാൻ തേടി നീ വന്നടിന. കാട്ടൂടെയോടിയോരടിനെ നേടുവാൻ തേടി നീ വന്നടിന. കാട്ടിൽ നിന്നോടി മാസത്തായിടയനെ പാപീതാവരുന്നേ. പാപക്കാട്ടിൽ നിന്നോടി മാസത്തായിടയനെ പാപീതാവരുന്നേ. ശ്രീദേവാട്ടിൻ കുട്ടിയെ തിരുപ്പാദം എൻ്റെ ശരണം. തിരുപ്പാദം എൻ്റെ ശരണം. ശ്രീദേവാട്ടിൻ കുട്ടിയെ തിരുപ്പാദം എൻ്റെ ശരണം. തിരുപ്പാദം എൻ്റെ ശരണം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. നല്ല ഇടയനാകുന്ന യേശു ക്രിസ്തു, അതാണ് 10-ാം അധ്യായത്തിലെ വിഷയം. ആ നല്ല ഇടയനാകുന്ന യേശു ക്രിസ്തു പറഞ്ഞ ഒരു പദമാ ഇന്ന് രാത്രി എടുത്തിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം, ഒരു പോയിന്റ് ഇന്ന് രാത്രി പറയും. അപ്പോൾ സമയമാകും. ബാക്കി അടുത്ത ദിവസങ്ങളിൽ ദൈവം അനുവദിക്കുന്ന പക്ഷം ശാന്തമായി നമുക്ക് ചിന്തിക്കാം. കർത്താവിന് മഹത്വം. ആദ്യ ദിവസമാണ്, 9 മണിക്കാണ് യോഗം നിർത്തുന്നത്. 9:30 വരെ അധികാരികൾ സമയം തന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് 9-ന് നിർത്താം. പിന്നെ നാളെ മറ്റന്നാളും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ പ്രാർത്ഥനയോടെ വരണം, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. ഒറ്റ വാക്യം വായിച്ചു, ബാക്കിയൊക്കെ നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് നമ്മൾ ചിന്തിക്കും. ഉൽപ്പത്തി പുസ്തകം 42:2 ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. 42:2 പെട്ടെന്ന്. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവീൻ എന്ന് പറഞ്ഞു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവീൻ. ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. ഒറ്റ വാക്കി പറയാം, മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. നീ ഉഴപ്പി അടിച്ച് നടക്കാതെ മിസ്രയീമിൽ നിന്ന് ധാന്യം കൊള്ളണം. ഇതിന്റെ പശ്ചാത്തല ഭാഗമൊക്കെ പറയണമെങ്കിൽ സമയമെടുത്താ സാധാരണ പറയുന്നത്. മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. പശ്ചാത്തല ഭാഗം നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ പറയാം. എന്താ ഈ മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണമെന്ന് പറയാൻ കാര്യം? മിസ്രയീമിനെ പറ്റി പഠിക്കുമ്പോൾ ആത്മീയമായി പഠിച്ചാൽ, വായിച്ചേ ഇതിൻ്റെ ഒരു വ്യാഖ്യാനം. എന്താ ഈ മിസ്രയീം? വെളിപ്പാട് പുസ്തകം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഞാൻ പുറകോട്ട് നോക്കി, കാരണം നമ്മൾ പോകുന്നിടത്തെല്ലാം ചൂപ്പാശ്രമിക്കും വായിച്ചു തരുന്നത്. അവരെ ഇരുത്തിയ കാര്യം മറന്നുപോയി. വായിച്ചേ 11:8. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതികളിൽ അവരുടെ ശവം കിടക്കും. അപ്പൊ ആത്മീകമായി മിസ്രയീം എന്ന് പേരുള്ള മഹാനഗരം, ആ നഗരത്തിന്റെ വീതികളിൽ അവരുടെ ശവം. അവരാരാ? 2 സാക്ഷികൾ. അതൊക്കെ പിന്നെ അടുത്ത ദിവസം പറയാം. 2 സാക്ഷികൾ. അപ്പൊ ഈ ആത്മീകമായി മിസ്രയീം എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത അവിടെ കൊടുത്തു. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട ഇടമാണ്. അങ്ങനെയെങ്കിൽ മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണമെന്ന് പറഞ്ഞതിന്റെ ഒരാശയം
ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കുക. Amen. നീ ജീവിച്ചിരിക്കും. Glory. നിനക്ക് ജീവിച്ചിരിക്കാൻ ഒരേ ഒരു മാർഗം ക്രൂശിന്റെ ചുവട്ടിൽ വരിക. Hallelujah. ക്രൂശിന്റെ അടുക്കൽ വരിക. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നിനക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകും. ഇന്ന് രാത്രി ക്രൂശിന്റെ ചുവട്ടിൽ വരുന്നവരെ തള്ളിക്കളയത്തില്ല. ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ആമേൻ. മറ്റൊരുത്തനും രക്ഷയില്ല. ഇന്ന് രാത്രി നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കൃത്യം 9 മണിക്ക് യോഗം നിർത്ത്. 9 1 മിനിറ്റ് ഉണ്ട്, മതി. ബാക്കി അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ഇന്ന് ആദ്യ ദിവസമായതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. അടുത്ത ദിവസങ്ങളിലൊക്കെ ഏറെ സമയം വചനം ധ്യാനിച്ച് ബലപ്പെടുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. അവൻ യേശുവിനെ ഉള്ളത്തിലേറ്റെടുക്കുക. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി യേശുവിന്റെ പരിശുദ്ധ നാമം. ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിച്ചാട്ടെ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്ക് കിട്ടുമേ. സത്യവചനം കൈയടിച്ച് ഓ